സർക്കാർ കൊണ്ടുവന്നേക്കുന്ന ആശാവർക്കർമാർക്കൊക്കെ മാസം 1000 രൂപ ഓണറ്ററിയൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് വന്നേക്കുന്നത്. അപ്പോൾ അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു അത് തീർച്ചയായും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. ഇല്ലേ? അതെ അതെ അതെ. ഇന്നലെ തന്നെ ഈ ബഡ്ജറ്റിലുള്ള എല്ലാ കാര്യങ്ങളും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ്. അങ്ങനെയാണ് അവരിപ്പോൾ എല്ലാം ചെയ്തിരിക്കുന്നത്. ഇപ്പം 10 വർഷമായിട്ട് പോലും എത്രയോ ഞങ്ങൾ പങ്കാളിത്ത പെൻഷൻകാർക്കൊന്നും പൈസ കൊടുത്തില്ല. ഈ അരിയർ വരെ കുടിശ്ശിക വരെ ഞങ്ങൾക്ക് പെൻഷൻ നിൽക്കുന്ന 1 രൂപ പെൻഷൻ ഇല്ലാത്ത 10 വർഷം വരെ ജോലി ചെയ്താൽ എനിക്ക് 1 രൂപ പെൻഷനില്ല. 5 ലക്ഷത്തിന് താഴെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പെൻഷൻ ഇല്ല. പക്ഷേ ആ സാഹചര്യം ഒരു മാറ്റം ഉണ്ടാക്കുമെന്നാണ് ഇന്നത്തെ ബഡ്ജറ്റിൽ പറയുന്നത്. മാറ്റം ഉണ്ടാക്കുമെന്ന് പറയുന്നതാണ്. അവർ 2024-ലും 2025-ലൊക്കെ ഇത് പറഞ്ഞു. ഇപ്പം തീർച്ചയായും ഈ നിർണായക ഘട്ടത്തിൽ പറയുന്നത് തീർച്ചയായും ഇവർ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടാണ്. വയനാട് ഉള്ള കടങ്ങളെല്ലാം എഴുതിത്തള്ളി എന്ന് പറയുന്നുണ്ട് ഇന്നലെ. വയനാട് സംഭവം 2018 നടന്ന ദുരന്തം, പ്രളയ ദുരന്തത്തിലുണ്ടായ സംഭവങ്ങൾ, കോടിക്കണക്കിന് രൂപ കിട്ടിയതൊക്കെ എന്ത് കണക്കുണ്ട്? അവിടെ ദേശസാൽകൃത ബാങ്കിന്റെ കണക്കുകളൊക്കെ ഇനി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും കടങ്ങളെല്ലാം കൊടുത്തു തീർക്കും, എഴുതിത്തള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. ഇത് ഇവർ കുറേ നാളുകൊണ്ട് പറയുന്നല്ലോ. ഇവർക്ക് 2ാം പ്രാവശ്യവും ഭരണം കിട്ടി. ആ സമയത്തെങ്കിലും കേരളത്തിലെ ജനങ്ങളെ സ്നേഹിക്കാൻ, പാവപ്പെട്ടവരെ സ്നേഹിക്കാനുള്ള മനസ്സ് ഈ സർക്കാർ കാണിച്ചില്ലല്ലോ. ഇപ്പം നിർണായകമായി ഇവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് നിൽക്കുമ്പോൾ മാത്രം, ഒരു ഇലക്ഷൻ വരുമ്പോൾ മാത്രം ഇപ്പം ഇങ്ങനെ അവർ പറയുന്നത്. ഞാനിവിടെ വയനാടിൽ കോടിക്കണക്കിന് രൂപ ഇന്നും ടാർപ്പ് കെട്ടി കഴിയുന്നവരുണ്ട്. അത് ഈ സർക്കാർ കാണണം. ഇത് പാവപ്പെട്ടവരെ, ഇത് ജനാധിപത്യം എന്ന് പറയണോ ആ സംവിധാനമാണ്. നമ്മൾ ജയിപ്പിച്ച് വോട്ട് ചെയ്ത് ജയിപ്പിച്ച് വിടുന്ന MLA-മാർ, മന്ത്രിയായ അവർ കൂടുമ്പം അവർ പോലീസിനെയൊക്കെ വെച്ചിട്ട് അവർ ജനങ്ങളെ ദ്രോഹിക്കുകയാണ്. എല്ലാ മേഖലകളിലും ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു സർക്കാരാണിത്. ഇതിപ്പം ഞാൻ ഇത് പറയാൻ രാഷ്ട്രീയമായി പറയുന്നതല്ല. ഇത് ഏത് സർക്കാർ ചെയ്താലും, കോൺഗ്രസ് ആയിരുന്നാലും കമ്മ്യൂണിസ്റ്റ് ആയിരുന്നാലും BJP ചെയ്താലും ജനാധിപത്യപരമായിട്ട് ജനങ്ങളെ സ്നേഹിക്കാൻ തയ്യാറാവണം. അതേ മുന്നോട്ട് പോകാനൊക്കെ അതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. ഒരുപാട് ബുദ്ധിജീവികൾ ആഗ്രഹിക്കുന്ന, നല്ല മനുഷ്യർ ആഗ്രഹിക്കുന്ന കേരളം ദൈവത്തിൻ്റെ നാടെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അങ്ങനെ മനുഷ്യരെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു അവസരം വരട്ടെ. പക്ഷേ 2ാമത് ഭരണത്തിൽ വന്നത് തന്നെ സാധാരണക്കാരുടെ പാർട്ടി എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അത് വീണ്ടും സാധാരണക്കാരുടെ പാർട്ടി എന്ന് പറഞ്ഞതുകൊണ്ടും, പിന്നെ മാത്രമല്ല കോവിഡ് കാലഘട്ടത്തിലുണ്ടായ ഒരു കിറ്റ് വിതരണത്തിൻ്റെ, അത് നമ്മുടെ വീട്ടിലൊക്കെ യഥാർത്ഥത്തിൽ കിറ്റുകൾ കെട്ടുകെട്ടായി ഇരിക്കുകയാണ്. ചിലർ പറഞ്ഞതാണ്, ഇതാ വീണ്ടും കിറ്റും അരിയും ഇഷ്ടം പോലെ വരുന്നു. ഈ ആദ്യം കിട്ടിയത് നമുക്ക് തീർന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനത്തിൽ ഇവർ അതൊക്കെ ചെയ്തപ്പോൾ അതൊക്കെ ഇവർ ചെയ്തത് നല്ലത് തന്നെയാണ്. പക്ഷേ അത് ജനങ്ങൾക്ക് ഉപകാരം തന്നെയായിരുന്നു. പക്ഷെ അതുകൊണ്ട് 2ാമത് വീണ്ടും വന്നപ്പം വീണ്ടും അവരെല്ലാം ആരവർക്ക് ദ്രോഹിച്ച് മനസ്സിലല്ലേ. അത് വളരെ ഇങ്ങനെ പോയാൽ നമ്മുടെ സംസ്ഥാനം നശിക്കും, ഒരു സംശയം വേണ്ട. അപ്പോൾ പുതിയൊരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. അതിലൊരു സംശയവും വേണ്ട.